വർഷം 1988. KL 02-403 എന്ന നമ്പറുള്ള ജീപ്പിൽ പെരുമ്പാവൂർ ടാക്സി സ്റ്റാൻഡിൽ ഓട്ടം കാത്തു നിൽക്കുന്ന ഒരു യുവാവായിരുന്നു ആന്റണി. ചെറിയ ചെറിയ ഓട്ടങ്ങൾ, വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ശാന്തമായി മുന്നോട്ട് പോകുന്ന ജീവിതം. അപ്പോഴാണ് ഒരു സുഹൃത്ത് സിനിമാ സെറ്റിലേക്ക് ജീപ്പ് വേണമെന്ന് പറയുന്നത്. അതൊരു സാധാരണ ഓട്ടമല്ലായിരുന്നു, അതായിരുന്നു ജീവിതം മാറ്റിയ ഓട്ടം. പട്ടണപ്രവേശം എന്ന സിനിമയുടെ സെറ്റിൽ ഒരു ഡ്രൈവർക്ക് പകരം ഓടാൻ കിട്ടിയ അവസരം. പല നടന്മാർക്കുമായി ഓടിക്കൊണ്ടിരുന്ന ആന്റണിക്ക് ഒരു ദിവസം നിർദ്ദേശം കിട്ടി. കൊച്ചി അമ്പലമുകളിലെ വീട്ടിൽ കൊണ്ടുപോയി മോഹൻലാലിനെ കൊണ്ടുവരണം. അന്നാണ് ആദ്യമായി മോഹൻലാലിനെ കാണുന്നത്. ആ യാത്രയിൽ രണ്ടുപേരും ഒരക്ഷരം പോലും സംസാരിച്ചിരുന്നില്ല. തിയേറ്ററിൽ മോഹൻലാലിനായി ആർപ്പ് വിളിച്ച ആന്റണി പേടി കാരണം ഒരക്ഷരം പോലും മിണ്ടിയുമില്ല, നോക്കിയതുമില്ല. സെറ്റിലെത്തി ഡോർ തുറക്കാൻ ഓടിയെത്തുമ്പോഴേക്കും മോഹൻലാൽ സ്വയം ഇറങ്ങിയിരുന്നു. അന്നു മുതൽ മോഹൻലാലിനെ കൊണ്ടുവരുന്ന ജോലി ആന്റണിക്കായി. അടുത്ത ദിവസം വീട്ടിലെത്തി ഇറങ്ങുമ്പോൾ മോഹൻലാൽ ചോദിച്ചു, ആന്റണി, നീ ഭക്ഷണം കഴിച്ചോ? ഇല്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. അവിടെ തുടങ്ങി ഒരു സൗഹൃദം. ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആന്റണി മോഹൻലാലിനോട് ചോദിച്ചു, സാർ, ഇനി എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടാൽ സാറ് തിരിച്ചറിയുമോ? മോഹൻലാൽ ചിരിച്ചു. അതെന്ത് ചോദ്യമാണ് ആന്റണി? ആ ചിരി മോഹൻലാലിൻ്റെ മനസ്സിൽ പതിഞ്ഞു. മൂന്നാമുറ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ദൂരത്ത് മാറി നിന്ന ആന്റണിയെ മോഹൻലാൽ കൈകാട്ടി വിളിച്ചു. ആദ്യം ആന്റണി വിശ്വസിച്ചില്ല. ചുറ്റും നോക്കി. തന്നെയാണ് വിളിക്കുന്നതെന്ന് ആന്റണി തിരിച്ചറിഞ്ഞു. ഓടിയെത്തിയപ്പോൾ സെറ്റിലെ ക്രൂ മെമ്പേഴ്സ് മുഴുവൻ ആന്റണിയെ തടയുകയുണ്ടായി. ഷൂട്ടിംഗ് തീരുന്നതുവരെ ആന്റണി കൂടെയുണ്ടായിരുന്നു. പിന്നീട് ആ ചോദ്യം, ആന്റണി എൻ്റെ കൂടെ പോരെ? ഞാൻ വരാം സാർ എന്ന മറുപടി ഒരു മനുഷ്യൻ്റെ തന്നെ ജീവിതം മാറ്റിമറിച്ചു. മോഹൻലാൽ പലപ്പോഴും പറയാറുണ്ട്, ഭാര്യ സുചിത്രയും ആന്റണിയും ഏതാണ്ട് ഒരേ സമയത്താണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന്. പ്രതിഫലം ചോദിക്കാൻ മടിയുള്ള ആളായിരുന്നു മോഹൻലാൽ. പലപ്പോഴും ചൂഷണം ചെയ്തിട്ടുണ്ട്. ആന്റണി മാനേജറായി മാറിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒരു നയാ പൈസ പോലും കളയാതെ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്ന ഉറച്ച നിലപാടിലായിരുന്നു ആന്റണി. അത് വളർന്നു വന്ന് ആന്റണി ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറായി മാറി. ആദ്യ സിനിമയായ നരസിംഹം ഇൻഡസ്ട്രിയൽ ഹിറ്റായി. അങ്ങനെ എമ്പുരാൻ വരെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ. ആന്റണി എൻ്റെ കൂടെ പോരെ? മാറിമറിഞ്ഞത് ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയുടെ ജീവിതമല്ല, മോഹൻലാലിൻ്റെയും മലയാള സിനിമയുടെയും ബോക്സ് ഓഫീസിൻ്റെ ചരിത്രവും കൂടിയാണ്.